CPM-നെ പ്രതിക്കൂട്ടിലാക്കി ADM നവീൻ ബാബുവിന്റെ കുടുംബം. PP ദിവ്യയ്ക്ക് പാർട്ടിയുടെ പിന്തുണ ഉണ്ടെന്ന് നവീന്റെ ഭാര്യ മഞ്ജുഷ. ജാമ്യം കിട്ടിയ ശേഷമുള്ള CPM നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും പാർട്ടി ദിവ്യയ്ക്കൊപ്പമാണെന്ന് വ്യക്തമാകുന്നു എന്നും ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ സത്യവാങ്മൂലത്തിൽ പറയുകയാണ് നവീൻ ബാബുവിന്റെ കുടുംബം. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് എന്ന് കൂടി നമ്മൾ ഓർക്കണം. ബിനിലാണ് പുതിയ വിവരങ്ങൾ നൽകാൻ ചേരുന്നത്. ബിനിൽ, ഒരുപക്ഷെ എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തിൽ കുടുംബം സംശയിക്കുന്നത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം ഈ തുടക്കം മുതൽ പ്രതിസ്ഥാനത്തുള്ള PP ദിവ്യയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാനുള്ള നിലപാടിലായിരുന്നു കണ്ണൂരിലെ CPM പോയത്. അതിന് ഒരുപക്ഷെ അപവാദമായി മാറിയത് അവിടുത്തെ പത്തനംതിട്ടയിലെ CPM നേതാക്കളാണ്. ഇപ്പോൾ കുടുംബത്തിന് ഇത്രയധികം സംശയങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണ് ബിനിൽ? പ്രജീഷ്, ADM നവീൻ ബാബുവിന്റെ മരണത്തിന് ശേഷം ഇതാദ്യമായി ആ കുടുംബം ഒരു പ്രധാനപ്പെട്ട വേദിയിൽ, അതായത് കേരള ഹൈക്കോടതിയിൽ തന്നെ CPM-നെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രജീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ടയിലെ ജില്ലാ CPM നേതൃത്വം ആ കുടുംബത്തിനൊപ്പം ഉറച്ചു നിൽക്കുകയും ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വരികയൊക്കെ ചെയ്തിരുന്നു. കാരണം ഒരു പാർട്ടി അനുഭാവി കുടുംബം തന്നെയാണ് നവീൻ്റേത് എന്ന രീതിയിലാണ് ആ പാർട്ടി നേതൃത്വം മുന്നോട്ട് പോയിരുന്നത്. അവിടെയാണ് നവീൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് വരുമ്പോൾ അവർക്ക് CPM-നെ തള്ളിപ്പറയേണ്ടി വരുന്നത്, CPM-നെ പ്രതിക്കൂട്ടിലാക്കേണ്ടി വരുന്നത്. പാർട്ടി PP ദിവ്യയ്ക്ക് പിന്നിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് അവർക്ക് ആരോപിക്കേണ്ടി വരുന്നത്. പാർട്ടിയുടെ ശക്തമായ ബാക്കിംഗ് PP ദിവ്യയ്ക്കുണ്ട് എന്നതാണ് ഈ ഹർജിയിലൂടെ അവർ ആരോപിക്കുന്നത്. അതിന് കാരണമായി അവർ പറയുന്നത് PP ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയ ശേഷമുള്ള പ്രതികരണങ്ങളും ജയിലിലെ സന്ദർശനമടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ചേർത്ത് വെച്ച് വായിക്കേണ്ടി വരും. ഇവിടെ ഈ ഹർജിയിൽ പറയുന്നത് റൂളിംഗ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് എന്ന രീതിയിലാണ്. അവിടെ ഒരു ടൈപ്പോഗ്രാഫിക്കൽ എറർ അവിടെ സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം താഴേക്ക് വരുമ്പോൾ CPM എന്ന് എടുത്തു പറയുന്നുണ്ട്. പാർട്ടി സെക്രട്ടറി എന്നതായിരിക്കാം അവർ ആ പ്രസിഡന്റ് എന്ന ഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. കാരണം ആ പ്രസിഡന്റിന്റെ പ്രതികരണം അത് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്നതാണ് അവർ പറയുന്നത്. അതായത് PP ദിവ്യയെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രതികരണം വരുന്നു. അതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാകുന്നത് പാർട്ടിയുടെ പിന്തുണ, ശക്തമായ പിന്തുണ PP ദിവ്യയ്ക്ക് ഉണ്ട് എന്നതാണ്. CPM ആ രീതിയിൽ PP ദിവ്യയെ പിന്തുണയ്ക്കുമ്പോൾ എങ്ങനെ ഈ കേസിൽ പോലീസ് ശരിയായ അന്വേഷണം നടത്തുമെന്നതാണ് അവർ പറയുന്നത്. CPM നേതൃത്വം, അതായത് CPM-ന്റെ ലീഡർഷിപ്പ് PP ദിവ്യയെ പിന്തുണയ്ക്കുന്നു എന്നത് എടുത്ത ഹർജിയിൽ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പോലീസ് അന്വേഷണത്തിൽ നിന്ന് ഒരു ശരിയായ അന്വേഷണം പ്രതീക്ഷിക്കുന്നില്ല, ഫെയർ ആൻഡ് പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ പ്രതീക്ഷിക്കുന്നില്ല എന്നതാണ് അവർ പറയുന്നത്. ആ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ CBI അന്വേഷണം ആവശ്യപ്പെടുന്നത്. PP ദിവ്യയ്ക്ക് രാഷ്ട്രീയ പിന്തുണയുണ്ട്, ശക്തമായ പിന്തുണയുണ്ട്. അതോടൊപ്പം തന്നെ PP ദിവ്യ പ്രധാനപ്പെട്ട പദവികളിലൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ അവർക്ക് അടുത്ത ബന്ധമുണ്ട്. ആ ഒരു ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി ഈ കേസിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നൊരു നീതി പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് CBI അന്വേഷണം അവർ ആവശ്യപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ പോലീസ് അന്വേഷണത്തിൽ തൃപ്തി ഇല്ലാതെ വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ പാർട്ടി ബന്ധം തന്നെയാണ്. അതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇതിൽ ഈ കേസിലെ എന്തുകൊണ്ട് CBI അന്വേഷണത്തിലേക്ക് പോകണമെന്ന് അവരുടെ ജാമ്യം ലഭിച്ച ഘട്ടത്തിൽ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ, മുൻ MLA-യുടെ ഭാര്യ എന്നിവരാണ് അവിടേക്ക് ആ ദിവസം ജയിലിന്റെ വാതിക്കൽ എത്തുന്നത്. പിന്നീട് ഈ നവീൻ ബാബുവിന്റെ മൃതദേഹത്തെ കണ്ണൂരിൽ നിന്നും അവിടെ ജന്മനാടായ പത്തനംതിട്ട വരെ അനുഗമിച്ച പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഒരു പൊതുവേദിയിൽ നവീൻ ബാബുവിനെ സംശയത്തിന്റെ നിഴലിലാക്കിക്കൊണ്ട് നടത്തിയ പ്രതികരണം, PP ദിവ്യ തള്ളാതെയുള്ള പിന്നീടുള്ള പ്രതികരണം, ഇതൊക്കെ വലിയ ആശങ്കകളായി മാറിയിട്ടുണ്ടോ? ഈ സത്യവാങ്മൂലം വായിക്കുമ്പോൾ നമുക്ക് അത്തരം ദൃശ്യങ്ങളും അത്തരം സന്ദർഭങ്ങളും ഒക്കെ ഓർമ്മയിലേക്ക് വരികയാണോ ബിനിൽ? പ്രജീഷ്, എന്തുകൊണ്ട് CBI അന്വേഷണത്തിലേക്ക് പോകണം? അതിന്റെ ഗ്രൗണ്ടുകൾ നിരത്തുമ്പോൾ മൂന്നാമത്തെ കാരണമായി തന്നെയാണ് ഈ പാർട്ടി ബന്ധം. CPM ദിവ്യയ്ക്കൊപ്പമാണ് എന്ന വാദം ADM നവീൻ ബാബുവിന്റെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയ ശേഷമുള്ള നേതാക്കളുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെ കറക്റ്റ് ചെയ്ത് കൂടെ നിർത്തും എന്നതായിരുന്നു പാർട്ടിയുടെ നിലപാട്. ആ നിലപാടിനൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇപ്പോഴത്തെ ഹർജിയിലെ ആരോപണം. അതായത് PP ദിവ്യയ്ക്ക് പാർട്ടിയുടെ പിന്തുണ
ശക്തമായ പിന്തുണ കിട്ടുന്നു എന്നതാണ് ഈ ഹർജിയിൽ പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഈ പോലീസിൽ നിന്ന്, ഈ ഭരണമുന്നണി CPM ആയിരിക്കുമ്പോൾ എങ്ങനെ പോലീസിൽ നിന്ന് നീതി കിട്ടും, ശരിയായ അന്വേഷണം നടക്കും? ആ ചോദ്യമാണ് നവീൻ ബാബുവിന്റെ ഭാര്യ ഹൈക്കോടതിയിൽ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ശരിയായ അന്വേഷണം നടക്കണമെങ്കിൽ കേസ് CBIക്ക് തന്നെ കൈമാറണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു ഹർജി അത് ഹൈക്കോടതിക്ക് മുൻപിലേക്ക് നീതി തേടി എത്തുമ്പോൾ ഒരർത്ഥത്തിൽ വീണ്ടും ഈ സംഭവവികാസങ്ങൾ സർക്കാരിന്റെ കോർട്ടിലേക്ക് കൂടി എത്തപ്പെടില്ലേ? കാരണം സംസ്ഥാന സർക്കാരിനോട് ഒരു അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലായതുകൊണ്ട് CBI എന്തായാലും അഭിപ്രായം തേടുമല്ലോ, സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം. അപ്പോൾ ആത്മാർത്ഥതയുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് ശരിയായ രീതിയിലാണ് അന്വേഷണം നടക്കുന്നതെന്ന് പറയാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കുടുംബം ഈ അന്വേഷണത്തെ വിശ്വാസം രേഖപ്പെടുത്തുന്നില്ല. അപ്പോൾ സർക്കാരിന്റെ നിലപാടൊക്കെ വളരെ പ്രസക്തമല്ലേ ബിനിൽ? ഇതിൽ സർക്കാർ നിലപാട് വളരെ പ്രസക്തമാണ്. നാളെ ഈ ഹർജി ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചിന്റെ മുന്നിലേക്ക് വരികയാണ്. അവിടെ സ്വാഭാവികമായും സർക്കാരിനോടും CBIയോടും ഒക്കെ കോടതി നിലപാടാരായും, പ്രത്യേകിച്ച് കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ പോലീസിന് എന്ത് പറയാനുണ്ട്, സർക്കാരിന് എന്ത് പറയാനുണ്ട് എന്നത് കോടതി ആരായുമെന്ന കാര്യം ഉറപ്പാണ്. ആ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കും സർക്കാർ പറയാൻ പോകുന്നത് എന്നത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. സർക്കാർ CBI അന്വേഷണത്തെ പിന്തുണയ്ക്കുമോ അതോ നിലവിലുള്ള പോലീസ് അന്വേഷണത്തിൽ തന്നെ ഇതിന്റെ സത്യം വെളിച്ചത്ത് വരുമെന്ന നിലപാട് സർക്കാർ എടുക്കുമോ എന്നതാണ് പ്രധാനം. അവിടെ CPMനും ഒക്കെ തന്നെ വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത് പത്തനംതിട്ടയിലെ പാർട്ടി നേതൃത്വം അത് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. അവർ ശക്തമായ നിലപാടുമായി രംഗത്തുണ്ട്. അവർ ഈ CBI അന്വേഷണം ആവശ്യത്തെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ അവർ പിന്തുണച്ചാൽ സർക്കാർ ഏത് നിലപാട് കോടതിയിലെടുക്കും? സർക്കാർ CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നതാണ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ